ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പള്ളി പെരുന്നാളാണ്. നമ്മുടെ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കുള്ളി പള്ളി പെരുന്നാൾ. ഇപ്പോൾ നമ്മൾ കോഴിക്കുള്ളി ഭാഗത്താണല്ലോ താമസിക്കുന്നത്, അതുകൊണ്ട് കോഴിക്കുള്ളി പള്ളി പെരുന്നാൾ. നമ്മുടെ ഇടവക വന്നിട്ട് അരയമ്പലാണ് ഗായ്സ്, പക്ഷേ നമ്മുടെ വില്ലേജിൻ്റെ വീട് കോഴിക്കുള്ളിലാണ്. അപ്പം അവരുടെ വീടിൻ്റെ അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പള്ളി കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വില്ലേജ് നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. അമ്മച്ചിക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് പുറത്തൊക്കെ ഇരുന്ന് അമ്പൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് വില്ലേജിന് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വില്ലേജിൻ്റെ വീട്ടിലേക്ക് പോകണം. പിന്നെ അമ്മച്ചിനെ കൊണ്ടുവന്ന് പറഞ്ഞാൽ അങ്ങനെ ടാസ്ക്കുള്ള കാര്യമൊന്നുമല്ല. പിന്നെ കാരണം നമുക്ക് കാറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അമ്മച്ചിനെ ഒന്ന് കയറ്റി ഇരുത്തിയാൽ മതി, അങ്ങനെ പിടിച്ച് കയറ്റി ഇരുത്തിയാൽ മാത്രം മതി. പിന്നെ അവിടെ ചെന്നിട്ട് അമ്മച്ചിനെ അങ്ങനെ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അമ്മച്ചി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വെളിച്ചൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പം 2 ദിവസം പെരുന്നാളാണ്. അപ്പോൾ എന്തായാലും 2 ദിവസം അവിടെ നിൽക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ പെട്ടിയും കിടക്കി എടുത്ത് എല്ലാവരും കൂടെ പോവാണ്. പക്ഷേ ബിയാൻഡി വരുന്നില്ല കേട്ടോ. ബിയാൻഡിയുടെ വീട്ടിൽ പോവാണ് കേട്ടോ. എബിയാൻഡിയുടെ മമ്മിക്ക് വയ്യ, അപ്പം വീട്ടിക്ക് പോവാ. എബിയാൻഡിയുടെ ഇതിനട്ടോ ഇത് 4 എണ്ണം വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് 4 എണ്ണം വാങ്ങിച്ചു. 4 ഇങ്ങനെ മറ്റേ സിഗ്നലിന്റെ അവിടെ വന്ന് നിന്നാട്ടാ 4 എണ്ണത്തിന് 400 രൂപ എന്ന് പറഞ്ഞിട്ട് മമ്മ എന്ത് ചെയ്ത് മമ്മ പറ്റില്ല 4 എണ്ണത്തിന് 100 രൂപ. അപ്പൊ ആള് പറഞ്ഞു അന്ന 200 എന്ന് പറഞ്ഞിട്ടാ. അത് കഴിഞ്ഞിട്ട് ആള് പറഞ്ഞു എന്നാ 150. മമ്മ സമ്മതിച്ചില്ല, പറ്റില്ല 100 രൂപ. അപ്പൊ ആളത്തിന്റെ ഇതിന്റെ ഗ്ലാസ് കയറ്റിട്ട് 100 എന്ന് പറഞ്ഞിട്ട് 4 100 രൂപ പറ്റിക്കലാണ് അത് ശരിയാ. സിഗ്നലിന്റെ അവിടെ വെയില് കൊണ്ട് നിന്നിട്ട് നിൽക്കണതാണ്. ഞങ്ങള് മോന്റെ വീട്ടിലേക്ക് പോവാണ്. മോന്റെ വീട്ടിൽ നിന്ന് പെരുന്നാളാണ്. അപ്പൊ ഞങ്ങള് മോന്റെ വീട്ടിൽ പോയിട്ട് പൂവഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഈ കുഴിക്കുളിയിലാണ് വീട് കേട്ടാ. ഞങ്ങള് താമസിക്കുന്ന മൂർക്കിനിക്കര സെന്റർ. ഇവിടെ 2 വരിയിലും ലൈറ്റ് ഒക്കെ ഇട്ടുണ്ട്. അത് അമ്പലത്തിന്റെ ലൈറ്റ് ആണ് കേട്ടാ, പള്ളിയുടെ ലൈറ്റ് അല്ല. പള്ളിയുടെ ഇവിടെ ഈ മൂലയ്ക്ക് വരെ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലയിടത്തൊക്കെ പിണ്ടി കുത്തിണ്ട്. നമുക്ക് അടുത്ത പോലെ പിണ്ടി കുത്തണം കേട്ടോ. നല്ല ഭംഗി ഇവിടെ ഈ വീട്ടിൽ പറ്റുന്നുണ്ട്. അപ്പൊ ഇതാണ് അമ്പലം. ഇതാണ് അമ്പലം തിരുമാനം. ഈ അമ്പലത്തില് തിങ്കളാഴ്ചയാണ് പരിപാടി. അപ്പൊ ഈ അമ്പലത്തില് തിങ്കളാഴ്ചയാണ് പരിപാടി. ഗൈസ്, ഇതാണ് കോഴിക്കുള്ളി പള്ളി. ഈ ലൈറ്റ് ഇടണം, രാത്രി ലൈറ്റ് ഇടാല്ല നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അമ്പ് വരുന്നുണ്ട് ഇവിടെ. ഇവിടെ അമ്പ് നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അടുത്താണ്ടാ വെല്ലിച്ചന്റെ വീട്. പച്ച വീട്, പച്ച വീടാണ് വീടിനോട് യോജിപ്പിച്ച് നിർത്തിക്കോ. നമ്മള് നിർത്തണ പോലെ നിർത്തിയാ മതി. ആ കറക്റ്റ് അതിന്റെ അവിടെ അമ്മച്ചിയുടെ തല അവിടെ വേണം കേട്ടോ. ഇതാണ് കേട്ടാ വെല്ലിച്ചന്റെ വീട്. ഇനി അമ്മച്ചീനെ ഇറക്കാണ് ടാസ്ക്. അമ്മച്ചീനെ ഇറക്കൽ ടാസ്ക് ആണ്. അയ്യോ ലൈറ്റ് ഇട്ടാ നമ്മളെ അമ്മച്ചീനെ അവിടെ വെളിച്ചിന്റെ വീട്ടിലാക്കിയിട്ട് നമ്മൾ ഇനി അവിടെ കാറ് ഇടാനോ സാരമില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു കാറ് കൊണ്ടുപോയി വീട്ടിലിട്ടിട്ട് സ്കൂട്ടി എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ കാറില് ഇപ്പം പെട്രോൾ ഇല്ല, അതുകൊണ്ട് പെട്രോൾ അടിക്കാൻ പോവാണ് ഞങ്ങള്. അപ്പൊ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ ഇനി നാളെ വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് സ്കൂട്ടി എടുത്തിട്ട് നമ്മൾ അവിടേക്ക് പോകും. ഓക്കെ, ഞങ്ങള് കാർ അവിടെ പാർക്ക് ചെയ്യാൻ സല്യ ചേട്ടൻ്റെ അവിടെ. അപ്പൊ കാർ ഇവിടെ കൊണ്ടിട്ട് 2 വീലർ എടുത്തിട്ട് പോവാണ്. നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ വെളിച്ചൻ്റെ വീട്ടിലെത്തിയിട്ട്, അപ്പോൾ ഇതാണ് വെളിച്ചൻ്റെ വീട്. അപ്പോൾ അവിടെ ചെന്നപ്പം അവിടെ നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വെളിച്ചനും പ്രിയാൻ്റെ ഒക്കെ കൂടെ. അങ്ങനെ അവരവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ മുകളിലൊരു റൂമുണ്ട്, അപ്പോൾ അവിടെ ഇരുന്ന്
ഞങ്ങൾ പിള്ളേരൊക്കെ ഇരുന്ന് ഗെയിം കളിക്കായിരുന്നു, ലൂഡോ അങ്ങനെ ഓരോന്നൊക്കെ കളിക്കായിരുന്നു. പിന്നെ അച്ഛൻ്റെ കൂട്ടുകാരൻ ലെവിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇടാവിനെ. അപ്പോൾ ഇടാവ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കളിക്കുകയാണ്. പിന്നെ ഈ വീടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പോൾ വലിയച്ഛനും ഇവിടെ പിള്ളേരൊക്കെയാണ് നിൽക്കണത്, പ്രിയാൻ്റി പിള്ളേരൊക്കെയാണ് നിൽക്കണത്. പിന്നെ നമ്മുടെ ഈ വീടിൻ്റെ ബാൽക്കണിയിൽ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പള്ളിയുടെ ഭാഗം കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് ഗൈസ്. അമ്പൊക്കെ പോകണത് നല്ല സൂപ്പറായിട്ട് കാണാം. പിന്നെ അത് മാത്രമല്ല ഈ ഭാഗങ്ങളിൽ ഈ ദിവസങ്ങളിലൊക്കെ പൂരം പെരുന്നാളൊക്കെയാണ്. ഇപ്പോൾ ശനി ഞായറും പെരുന്നാളാണെങ്കിൽ തിങ്കളാഴ്ച ഇവിടെ അടുത്ത് അമ്പലത്തിൽ പൂരമാണ്. അപ്പോൾ 2-3 ദിവസത്തേക്ക് ഈ ഭാഗം മൊത്തം ഇങ്ങനെ മേളായിരിക്കും ഗൈസ്, കൊട്ടും പാട്ടൊക്കെ ആയിരിക്കും. അങ്ങനെ ഞങ്ങളൊരു രാത്രി ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അമ്പ് കാണണമെന്നൊക്കെ ഇറങ്ങാൻ വിചാരിച്ചു. അതിന് മുമ്പ് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ അമ്പ് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം മാലാഖമാരിങ്ങനെ ഡാൻസ് കളിച്ച് പോകുന്നുണ്ടായിരുന്നു ഗൈസ്. ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെ പെരുന്നാൾക്കൊക്കെ, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് പെരുന്നാൾക്ക് ഇങ്ങനെ മാലാഖമാരൊക്കെ ഇങ്ങനത്തെ പോകുന്നത് കാണുന്നത്. പിന്നെ അത് മാത്രമല്ല മറ്റേ കുരങ്ങനും മുയലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലായിടത്തും ഉള്ളൊരു സംഭവമാണ് ഈ കുരങ്ങനും മുയലില്ലാത്തൊരു പെരുന്നാളും പൂരില്ല ശരിക്കും. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഈ അമ്പിൻ്റെ പിന്നാലെ അങ്ങനെ പള്ളിയുടെ അവിടേക്ക് പോകാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി. പിന്നെ അമ്മച്ചിക്ക് പുറത്തിരുന്ന് കാണാം കേട്ടോ. അമ്മച്ചി അങ്ങനെ പുറത്തങ്ങനെ ഇരിക്കുന്നുണ്ട്. എല്ലാ അമ്പും കണ്ട് അമ്മച്ചി പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് പള്ളിയിൽ ലൈറ്റ് ഇട്ടേക്കണം. നല്ല രസമുണ്ടായിരുന്നു ഗൈസ് ലൈറ്റ് ഇട്ടേക്കണം കാണാൻ. അങ്ങനെ ഞങ്ങൾ അമ്പൊക്കെ കുറേ അമ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കയറുന്നവരെയൊക്കെ ഞങ്ങളിങ്ങനെ കുറേ നേരം അവിടെ നിന്നു, അമ്പൊക്കെ കണ്ട് എല്ലാം കണ്ട് ഒരു 12 മണിയായിട്ട് ഒരു മണിയായിട്ടുണ്ടാവും വീട്ടിൽ നമ്മൾ കയറുമ്പം. പിന്നെ നമ്മുടെ കുക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുക്കുവിനെ ഞങ്ങൾ അമ്പൊക്കെ കാണിച്ചു കൊടുത്തു. കുക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ ലൈറ്റൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അമ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ കയറിയത് 1 മണിയൊക്കെ ആയപ്പോഴാണ്. അപ്പോഴേക്കും എൻ്റെ ഫോണിലത്തെ ചാർജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങനെ ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തൽക്കാലം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.